കൊറോണയ്ക്ക് ശേഷം ലോകം എങ്ങനെയായിരിക്കും? കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ടാവില്ല, തിയേറ്ററുകൾ പൂട്ടിപ്പോകും, മീറ്റിങ്ങുകൾ ഓൺലൈനിലായിരിക്കും എന്നിങ്ങനെ ഒരുപാട് വീഡിയോസ് പലരും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കൊറോണയ്ക്ക് ശേഷമുള്ള ലോകത്തെ പ്രവചിക്കുന്ന ആരും ഇങ്ങനെ ഒരു വൈറസ് ഉണ്ടാകുമെന്നോ ആ വൈറസിന് മുൻപിൽ ലോകം ഇത്ര കണ്ട് പകച്ചു നിൽക്കുമെന്നോ പ്രവചിച്ചിരുന്നില്ല. പിന്നെങ്ങനെ ഈ പ്രവചനം മാത്രം ശരിയാകും? ഒരുപാട് മാറ്റങ്ങൾക്ക് നമ്മൾ സാക്ഷിയായിട്ടുണ്ട്. ഇനിയും ഒരുപാട് മാറ്റങ്ങൾക്ക് നമ്മൾ സാക്ഷിയാവുകയും ചെയ്തേക്കാം. ആ മാറ്റങ്ങളൊന്നും പക്ഷേ കൊറോണ മൂലമായിരുന്നില്ല. നാളെ ഒരു വാക്സിൻ കണ്ടുപിടിച്ചാൽ ഇവിടെയുള്ള എല്ലാ ബിസിനസ്സും പഴയ പോലെയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ നിലവിലുള്ള ചില ബിസിനസ്സുകളുടെയെങ്കിലും മാറ്റത്തിന് വേഗത കൂട്ടുവാൻ കൊറോണ കാരണമായേക്കാം. എന്നിരുന്നാലും കൊറോണ മൂലം പ്രതിസന്ധി നേരിടുന്നതിനേക്കാൾ കൂടുതൽ ബിസിനസ്സുകൾ പച്ചപിടിക്കാനാണ് സാധ്യത. അത്തരത്തിലുള്ള ചില ബിസിനസ്സുകളെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ രാജേഷ്, ലീഡിംഗ് ദോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊറോണ പോലെ ഒരു അസുഖം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എത്ര കോഷ്യസ് ആയിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഫിറ്റായിരിക്കാൻ യോഗ, സൈക്ലിംഗ്, ജിം എന്നിങ്ങനെയുള്ള വ്യായാമങ്ങൾ ചെയ്യുവാൻ കൂടുതൽ ആളുകൾ മുന്നോട്ട് വരും. മുൻപും ജിം, സൈക്ലിംഗ്, യോഗ തുടങ്ങിയവയ്ക്കെല്ലാം ഒരുപാട് ആളുകൾ ഇൻട്രസ്റ്റഡ് ആയി വന്നിരുന്നു. എങ്കിലും അതിലേറെ ആളുകൾ ഇനിയും ഇതിലേക്ക് വരുവാനാണ് സാധ്യത. സ്വാഭാവികമായും ജിം, സൈക്ലിംഗ്, യോഗ തുടങ്ങിയവയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ബിസിനസ്സുകൾക്കും ഇത് ഒരു അനുകൂല ഘടകമാണ്. കൊറോണ പോലെ ഒരു അസുഖം വന്നാൽ, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇൻഷുറൻസിന് മാത്രമേ നമ്മുടെ കുടുംബം സുരക്ഷിതമാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ മെഡിക്കൽ ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ് പോലെയുള്ള പോളിസികൾ കൂടുതൽ ആളുകൾക്ക് സ്വീകാര്യമായി തുടങ്ങും. അതുകൊണ്ട് തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് പോലെയുള്ള മേഖലകളും അനുബന്ധ മേഖലകളും കൂടുതൽ ശക്തിയോടെ ഇനിയുള്ള വർഷങ്ങളിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോക്ക്ഡൌണിൽ നമ്മൾ വീട്ടിലിരുന്നപ്പോൾ പല ആളുകളും മികച്ച പല അവസരങ്ങളെപ്പറ്റി പഠിക്കുവാനും പ്രാവർത്തികമാക്കുവാനും മുന്നോട്ട് വന്നിരുന്നു. അത്തരത്തിൽ ഒരുപാട് പേർ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയും ഷെയർ മാർക്കറ്റിനെ പറ്റിയും പഠിച്ചിരുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ ഒരുപാട് ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തതും മ്യൂച്വൽ ഫണ്ടിലേക്കും മറ്റും ഒരുപാട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വന്നതും താരതമ്യേന ചെറിയ ശതമാനം മാത്രം ആളുകൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഷെയർ ബ്രോക്കിംഗ് സ്ഥാപനങ്ങൾ, ഫിനാൻസ് സംബന്ധമായ അറിവുകൾ നൽകുന്ന യൂട്യൂബ് ചാനലുകൾ എന്നിവർക്കെല്ലാം ഇതിന്റെ ഗുണങ്ങൾ ലഭിക്കുമെന്ന് നമുക്ക് ന്യായമായും പ്രതീക്ഷിക്കാം. ഏതൊരു ഇൻഫർമേഷനും ഇപ്പോൾ നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത് യൂട്യൂബിനെയാണ്. പലവിധ ടാലൻറ്റുമായി ഒരുപാട് പേർ പുതിയ യൂട്യൂബ് ചാനലുമായി രംഗത്തെത്തുന്നു. മികച്ച കണ്ടന്റുമായി യൂട്യൂബിനെ ഒരു പ്രൊഫഷനായി കാണാതെ പാഷനായി കാണുന്ന എല്ലാവർക്കും തങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുവാനും തെറ്റില്ലാത്ത ഇൻകം ലഭിക്കുന്നതിനും യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ സഹായകരമാണ്. ഇൻ്റർനെറ്റ് അവൈലബിലിറ്റി ഇനിയും കൂടുമ്പോൾ മികച്ച കണ്ടന്റുള്ള ചാനലുകൾക്ക് ഭാവിയിൽ മികച്ച അവസരമാണ് കൈവരാൻ പോകുന്നത്. ലീഡിംഗ് TV ചാനലുകളെല്ലാം യൂട്യൂബ് ചാനലുമായി ഈ രംഗത്ത് നിലയുറപ്പിച്ചതിൻ്റെ പ്രധാന രഹസ്യം ഇതുതന്നെയാണ്. സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആയതോടുകൂടി പല തിയേറ്ററുകളും പൂട്ടി, പല സിനിമകളും ഓൺലൈനിൽ റിലീസാവുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ്, C5, ഹംഗാമ തുടങ്ങിയ ആപ്പുകൾ കൂടുതൽ പ്രചാരം നേടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രമുഖ DTH ബ്രാൻഡുകളെല്ലാം സൺ നെക്സ്റ്റ്, എയർടെൽ എക്സ്ട്രീം, മൈ ടാറ്റ സ്കൈ തുടങ്ങിയ ലൈവ് TV ആപ്പുകളുമായി ഈ രംഗത്ത് നിലയുറപ്പിച്ചു കഴിഞ്ഞു. ഒപ്പം ഓൺലൈൻ ക്ലാസുകൾ ഇനിയും പ്രചാരം കൂടുമ്പോൾ നമ്മുടെ പ്രതിദിന ഡാറ്റ ഉപഭോഗം ഇനിയും കൂടും. മിക്ക ആളുകളും സ്മാർട്ട് ഫോണിലേക്ക് മാറുകയും ചെയ്യുന്നതോടുകൂടി മൊബൈൽ ഫോൺ, റീചാർജ് തുടങ്ങിയ ബിസിനസ്സുകൾക്ക് വളരെ മികച്ച സാധ്യതയാണ് വരാൻ പോകുന്നത്. സ്മാർട്ടായി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന പല അപ്ലയൻസുകളും ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നു. 600 രൂപയ്ക്ക് ഞാൻ വാങ്ങിയ വിപ്രോയുടെ സ്മാർട്ട് ബൾബാണ് ഇത്. വിപ്രോയുടെ സ്മാർട്ട് ആപ്പിലൂടെ 16 മില്യൺ കളേഴ്സുകൾ സെലക്ട് ചെയ്യാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഈ സ്മാർട്ട് ബൾബ് ഗൂഗിൾ അസിസ്റ്റന്റ് വഴിയും മൊബൈൽ ആപ്പ് വഴിയും ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും നമുക്ക് നിയന്ത്രിക്കാനും കഴിയും. വോയിസ് കമാൻഡിലൂടെ കളർ മാറ്റാവുന്ന, ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഇത്തരം സ്മാർട്ട് ബൾബുകൾ മാത്രമല്ല, എയർടെലിന്റെയും ടാറ്റ സ്കൈയുടെയും സ്മാർട്ട് ബോക്സുകൾ വരെ ഇന്ന് അവൈലബിൾ ആണ്. എയർടെൽ എക്സ്ട്രീമിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഇവിടെ ഐ ബട്ടണിലും ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലും കാണാവുന്നതാണ്. കൊറോണയിൽ പല സ്ഥലങ്ങളും കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയതോടുകൂടി നമ്മൾ പുറത്തിറങ്ങുന്നത് പാടെ കുറഞ്ഞു. സ്വാഭാവികമായും നമ്മുടെ പർച്ചേസുകൾ ഓൺലൈനായി മാറി. ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള ഓൺലൈൻ സ്ഥാപനങ്ങൾ ഇനിയും ഒരുപാട് കുതിക്കാനാണ് സാധ്യത. അതിനിടയിലേക്കാണ് റിലയൻസിന്റെ ജിയോ മാർട്ട് ലോഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാവുന്ന ഡിസ്ട്രിബ്യൂഷൻ പോയിന്റുകൾ ഒരുപാട് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അവിടെ ഡെലിവറിക്ക്, അതുപോലെ ഡ്രൈവിങ്ങിന് ഒക്കെ ഒരുപാട് വേക്കൻസികൾ ഇനിയും വരാം. ഇതെല്ലാം ഈ മേഖലയിലും ജോലി സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇനി അതുപോലെ താഴേക്ക് പോകുന്ന ബിസിനസ്സുകൾ, അത് പക്ഷേ കൊറോണ കൊണ്ടല്ല, കൊറോണ വേഗത്തിലാക്കി എന്ന് പറയാവുന്ന ബിസിനസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ബിസിനസ് തിയേറ്റർ ബിസിനസ് തന്നെയാണ്. കൊറോണ കഴിയുന്നതോടുകൂടി തിയേറ്ററുകളെല്ലാം പൂട്ടിപ്പോകും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഓൺലൈൻ റിലീസുകൾ ചെറിയ രീതിയിലെങ്കിലും തിയേറ്റർ ബിസിനസിന്റെ റവന്യൂവിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പല ആളുകളും പറയാറുണ്ട്, ഇത്രയൊക്കെ ലൈവ് ചാനലുകൾ വന്നിട്ടും
ക്രിക്കറ്റും ഫുട്ബോളും കാണുവാൻ ഗാലറിയിൽ ഒരുപാട് ആളുകൾ കൂടുന്നില്ലേ എന്ന്. അതുപോലെ തന്നെയാണ് സിനിമ തിയേറ്ററിൽ സിനിമ കാണാൻ പ്രത്യേക ഫീൽ ആണ് എന്ന്. സത്യമാണ്. പക്ഷേ കളി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ TV ലൈവ് ഉള്ളതുകൊണ്ട് ഗാലറിയിൽ പോവാതെ ഇരിക്കുന്നവരുമുണ്ട്. അതുപോലെ മാറ്റം സംഭവിക്കാൻ പോകുന്ന മറ്റൊരു മേഖലയാണ് കേബിൾ DTH മേഖല. നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ OTT പ്ലാറ്റ്ഫോമുകൾ കൂടുതൽ ജനപ്രിയമാകുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മേഖലയായിരിക്കും DTH മേഖല. ഇനിയുള്ള കാലം പണ്ട് നമ്മൾ കേബിൾ കണക്ഷൻ എടുത്ത പോലെ ഒരു വീട്ടിൽ ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ എന്ന രീതിയിലേക്ക് ഗ്രാമത്തിലുള്ളവർ വരെ വരും. വളരെ ഫാസ്റ്റായ രീതിയിൽ DTHനോ കേബിളിനോ ആർക്ക് ഇന്റർനെറ്റ് നൽകാൻ കഴിയും അവർ മാത്രമായിരിക്കും ബാക്കിയാവുക. കൊറോണയല്ല എന്ത് തന്നെ സംഭവിച്ചാലും ഒരിക്കലും പ്രാധാന്യം കുറയാത്ത ഒരുപാട് ബിസിനസ്സുകളും നമുക്കിടയിലുണ്ട്. അത്തരത്തിലൊന്നാണ് അഗ്രികൾച്ചർ. അതിൻ്റെ പ്രാധാന്യം നമുക്കറിയാവുന്നതാണ്. മറ്റൊന്ന് യാത്രകളാണ്. ഇത് രണ്ടും വളരെ പാഷനായി കൊണ്ടു നടക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്. ഒരു കൊറോണയ്ക്ക് താർക്കാൻ പറ്റാത്ത ഇത്തരം പാഷനുകൾക്ക് എല്ലാ കാലവും പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണല്ലോ ലോകത്തെ പരസ്യമില്ലാത്ത ഒരേ ഒരു ട്രാവൽ ചാനലായ സഫാരിയെ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത്. കൊറോണയ്ക്ക് ശേഷം പല ബിസിനസ്സുകളും പൂട്ടിപ്പോകും എന്ന് പലരും വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെയല്ല, ഒരുപാട് ബിസിനസ്സുകൾക്ക് ഇതൊരു അവസരമാണ് എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം എൻ്റെ വ്യൂ പോയിന്റുകൾ മാത്രമാണ്. നിങ്ങളുടെ വ്യൂ പോയിന്റുകൾ താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്.